ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GCC കൺട്രീസ്, അതായത് UAE പോലുള്ള കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നമ്മൾ UAEയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിസ തീർന്നു, വിസ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള പണി വരും. അതായത് അതിനെക്കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ, എല്ലാവർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വിസ ഇല്ലാതെ നമ്മൾ UAE പോലുള്ള കൺട്രീസിൽ നമ്മൾ ജോലി ചെയ്യുകയെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരാനായിട്ട് പോകുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് UAEയിലാണ് നമ്മൾ വിസ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ UAE ഗവൺമെൻറ് അത്യാവശ്യം നല്ല രീതിക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഫൈൻ ഉണ്ട് ഗൈസ്. അതായത് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് UAE ഗവൺമെൻറ്റിൻ്റെ വക നമുക്കൊരു ഫൈൻ കിട്ടും. അതായത് വിസ ഇല്ലാതെ നമ്മളിവിടെ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനാണ്. അതായത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ ഫൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള എമൗണ്ട് ഉണ്ട്. ഇവിടെ ബേസിക് ആയിട്ട്, അതായത് UAEയിൽ വിസ ഇല്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് ബേസിക് ആയിട്ട് ആദ്യം അവർ കൊടുക്കുന്ന ഫൈൻ എന്ന് പറയുന്നത് 50,000 ദിറംസ് ആണ്. 50,000 ദിറംസ് എന്ന് പറയുന്നത് നാട്ടിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം വരും. അതുതന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ രാജ്യത്ത് നിന്ന് അവർ ഡിപ്പോർട്ട് ചെയ്യും. ഡിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൺട്രിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് തന്നെ അവർ നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും. അതുമല്ല, നമ്മളിപ്പോൾ വിസ തീർന്നിട്ട് കുറേ നാൾ നമ്മൾ UAEയിൽ വർക്ക് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ UAE മാത്രമല്ല GCC കൺട്രീസിൽ ഒന്നും തന്നെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇരിക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് തന്നെ വിസ ഇല്ലാതെയൊക്കെ ആരെങ്കിലുമൊക്കെ UAEയിലോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഈ കാര്യം ഒന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യുക, വിസ റിന്യൂവൽ ചെയ്യുക. വിസ റിന്യൂ ചെയ്തിട്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുക, റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.